ആ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആദ്യം മാലയുടെ കഥ പറ. ഈ ജുബ്ബയും മാലയും സാരിയും ടോർച്ചും ഒക്കെ എങ്ങനെ മണ്ണിനടിയിൽ വന്നു, ആര് കുഴിച്ചിട്ടു എന്നൊക്കെ മണിയുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾ കേൾക്കണം. ഈ ജുബ്ബയും മാലയും ഞാൻ കണ്ടിട്ടില്ല, എന്റേതല്ല എന്നൊക്കെ വാദിച്ച് തടിതപ്പാൻ ശ്രമിച്ചാൽ നടക്കില്ല. സ്വന്തം ഭാര്യ തന്നെ നൽകിയ തെളിവിന് മേൽ മറ്റൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് വേഗം പാടാൻ തുടങ്ങിക്കോ മണി. കഥയൊക്കെ ഏതാണ്ട് ഞങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു. പക്ഷെ അത് താൻ തന്നെ പറഞ്ഞു കേൾക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിത്തരാം. മാണിക്കുഞ്ഞ് സാറിന്റെ കുടുംബവും ഞാനും തമ്മിൽ വർഷങ്ങളായ അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങനെ വഷളായി അത് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്. കം ഓൺ മണി. ഈ വീട്ടിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇവിടുത്തെ തയ്യൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാ. ഒരു ദിവസം ഒരെണ്ണവും പാകാകുന്നില്ല മണി, വല്ലാത്ത ടൈറ്റ്. അളവ് ബ്ലൗസിനാ എല്ലാം തയ്ച്ചത്. പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? അത് ഇടയ്ക്ക് തടി വെച്ചതുകൊണ്ടാ. ഇനി പുതിയ അളവിനുള്ള ബ്ലൗസ് തരണം, അല്ലെങ്കിൽ അളവെടുക്കണം. അളവെടുക്കണമെങ്കിൽ എടുക്കണം. ആ ബന്ധം വളർന്നു. എല്ലാ അർത്ഥത്തിലും അല്ലേ?